സാരമില്ല മഹി. സത്യത്തിൽ ഞാൻ തോറ്റുപോയത് ദൈവത്തെ പോലെ ഞാൻ കാണുന്ന എന്റെ തമ്പുരാനെയും തമ്പുരാട്ടിയും ഞാൻ കൊന്നു പറഞ്ഞപ്പോഴോ കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിലടച്ചപ്പോഴോ അല്ല. ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചൊന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞപ്പോഴാ. അവിടെയാ ഞാൻ തോറ്റുപോയത്. അതെ, കേറൂ. വിഷമിക്കല്ലേ സീത. ശരി, വന്നേ. മഹിയെ പ്രോസിക്യൂഷൻ വക്കീല് തിരക്കുന്നുണ്ട്. ഞാനിപ്പോ വരാം. ഒരാളെ ജീവനോടെ കൊന്നപ്പോ സന്തോഷായില്ലേ? ജനിപ്പിച്ച തന്തയാണെന്ന് പരിഗണന കൊടുക്കണ്ടായിരുന്നു. ആ മനുഷ്യന്റെ കുറെ ഉപ്പും ചോറും തിന്നതിന്റെ നന്ദിയെങ്കിലും കാണിച്ചോടായിരുന്നോ? എച്ചില് തിന്നുന്ന പട്ടിക്കും കാണും നന്ദി. അതെങ്കിലും ആ മനുഷ്യൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. നമ്മുടെ അമ്മ ഇന്ന് വരെ ആരെയും കുറ്റപ്പെടുത്തി ഞാൻ കണ്ടിട്ടില്ല. ആരെയും നോവിച്ചിട്ടില്ലാത്ത ഈ സ്ത്രീ ഒന്ന് ഉള്ളൊരുക്കി ശമിച്ചാലുണ്ടല്ലോ, നിമിഷ നേരം കൊണ്ട് തകർന്നടിയാനേ ഉള്ളൂ. നുണയിലും ചതയിലും നീ തീർത്ത ഈ സൗഭാഗ്യങ്ങളൊക്കെ. ചിന്നു, ഞാൻ ഇങ്ങനെ മിണ്ടരുത്. മരണത്തെക്കാൾ വലിയ വേദനയാ സ്വന്തം ചോര ചതിക്കുമ്പോ. അതിനി നിങ്ങളും അറിയാൻ പോവാ. ഞാനും അമ്മയും തിരിച്ചെത്തുന്ന സമയം വരെ നിങ്ങളുടെ ചീട്ടുകൊട്ടാരത്തിന് ആയുസുള്ളൂ. സ്വന്തം അച്ഛനെ ചതിച്ചവൾക്ക് കൂടെപ്പിറപ്പ് തരാൻ പോകുന്ന പണി നീ കണ്ടോ? ചിന്നു, നീ അച്ഛനെ സഹായിക്കാൻ കോടതിയിലോട്ട് വരണോന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞതാ. എന്നിട്ടും ഞാൻ വന്നത് സഹായിക്കാനായിരുന്നില്ലല്ലോ, ചതിക്കാനല്ലേ? അതെ, ഞാൻ കോടതിയിലോട്ട് വന്നത് ചതിക്കാൻ തന്നെയാ. കൊട്ടാരമാശ്രിതൻ ശിവദാസനെതിരെ കള്ളസാക്ഷി പറയാൻ എന്നെ നിർബന്ധിച്ചയച്ചതാ. അച്ഛനെതിരെ കള്ളസാക്ഷി പറയാൻ നിർബന്ധിച്ചയച്ചതോ? സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്ത് നെറുകെട്ട പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്ത എന്റെ ചേച്ചി നുണക്കഥകളുടെ കെട്ട് അഴിക്കണ്ട. അല്ല, ദേ അമ്മയാണ് സത്യം. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. ഞാൻ കോടതിയിൽ വന്ന് അച്ഛനെതിരെ മൊഴി കൊടുത്താൽ ഞാൻ നിന്റെ ചേച്ചിയാണെന്നുള്ള കാര്യം, ശിവദാസന്റെ മകളാണെന്നുള്ള കാര്യവും നീ രമാദേവിയോട് പറയുമെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ ഈ കോടതിയിലെത്തി അച്ഛനെതിരെ പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്നും കൂടി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. കോടതിയിൽ വന്ന് നീ പറഞ്ഞു തന്നതുപോലെ തന്നെ അച്ഛൻ അനുകൂലമായിട്ട് പറയാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ.